Hello everyone, welcome back to Shrudi's Pharma World. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് BSc in Medical Radiological Technology എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. പ്രൊഫഷണലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള റേഡിയോളജിക്കൽ ടെക്നോളജിസ്റ്റിനെ മോൾഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി. നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഹാർട്ട് തന്നെയാണ് റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. ക്യാൻസർ പോലെയുള്ള ഡിസീസസ് അതിൻ്റെ ഏർലി സ്റ്റേജസിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നത് റേഡിയോഗ്രാഫേഴ്സും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. It is rightly said, behind every successful physician there is an exhausted radiographer. Radiology technician, radiology assistant, radiologist, radiology technologist, radiology nurse, ultrasound technician, diagnostic medical radiographer, CT technician, CAT scan technologist, CT scan technologist, BSc MRT കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് നിരവധി ജോബ് അവസരങ്ങളാണ് ഉള്ളത്. ഇതുകൂടാതെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അവസരങ്ങളും ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള റേഡിയോളജിക്കൽ സിസ്റ്റംസിൻ്റെ മാനുഫാക്ചറിങ്, റിപ്പയറിംഗ്, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടങ്ങളിൽ, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇടങ്ങളിലുമെല്ലാം റേഡിയോളജിക്കൽ സ്പെഷ്യലിസ്റ്റിനെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പം BSc MRT കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിലും നഴ്സിംഗ് ഹോംസിലും ഡയഗ്നോസ്റ്റിക് ലാബ്സിലും ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന് 4 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഫീൽഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി, റേഡിയോളജിക്കൽ ടെക്നിക്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുന്നതിനും അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നറിയുന്നതിനും, റേഡിയോളജിക്കൽ ടെക്നിക്സ് കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടി റെഗുലർ ക്ലിനിക്കൽ പോസ്റ്റിങ്ങും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് BSc MRT കോഴ്സിനകത്ത് ഓരോ ഇയറിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് 7 പേപ്പേഴ്സ് ആണ് എഴുതിയെടുക്കാനുള്ളത്. പേപ്പർ 1 അനാറ്റമി, പേപ്പർ 2 ഫിസിയോളജി, പേപ്പർ 3 ജനറൽ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, പേപ്പർ 4 ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്, പേപ്പർ 5 മാത്തമാറ്റിക്സ്, പേപ്പർ 6 കമ്പ്യൂട്ടർ സയൻസ്, പേപ്പർ 7 ജനറൽ പേപ്പേഴ്സ്, സ്പെഷ്യൽ ഇംഗ്ലീഷ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, സൈക്കോളജി, സോഷ്യോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേപ്പർ 7-നകത്തുള്ളത്. ഇവിടെ 2 സബ്ജക്ട്സിനാണ് പ്രാക്ടിക്കൽസ് വരുന്നത്. പേപ്പർ 3 ആൻഡ് പേപ്പർ 6. സെക്കൻഡ് ഇയറിൽ 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. റേഡിയേഷൻ ഫിസിക്സ് 1, റേഡിയോ തെറാപ്പി 1, റേഡിയോ ഡയഗ്നോസിസ് 1, പാത്തോളജി. 4 പേപ്പേഴ്സ് ആണ് നമുക്ക് എഴുതിയെടുക്കാനുള്ളത്. തിയറി ക്ലാസ്സസ്, പ്രാക്ടിക്കൽ ക്ലാസ്സസ് പ്ലസ് ട്യൂട്ടോറിയൽ ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ട്യൂട്ടോറിയൽ അവേഴ്സിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്കത് അവിടെ കാണാവുന്നതാണ്. ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ അവേഴ്സ് എത്രയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് എത്ര സബ്ജക്ട്സ് ആണ്? വെറും 4 സബ്ജക്ട്സ് മാത്രമാണ്. ഈ 3 സബ്ജക്റ്റിനും, ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള 3 സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ റേഡിയോ ഡയഗ്നോസിസ് 2, റേഡിയോ തെറാപ്പി 2, റേഡിയേഷൻ ഫിസിക്സ് 2, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ആസ്പെക്ട്സ് ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ഇയറിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ എല്ലാ സബ്ജക്റ്റിനും തിയറിയും പ്രാക്ടിക്കൽ ക്ലാസ്സസും ഉണ്ടായിരിക്കുന്നതാണ്. തിയറി, പ്രാക്ടിക്കൽ പ്ലസ് ട്യൂട്ടോറിയൽ അവേഴ്സ് ആണ് തേർഡ് ഇയറിലുള്ളത്. ഓരോ സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ ക്ലാസ്സസ് കൂടെ ഉണ്ടായിരിക്കും. BSc MRT കോഴ്സിൻ്റെ ഭാഗമായി 4th ഇയറിൽ സ്റ്റുഡൻസിന് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിനോടൊപ്പം തന്നെ ഈ ഒരു വർഷം തന്നെ സ്റ്റുഡൻസ് ഒരു പ്രൊജക്റ്റ് വർക്ക് കൂടെ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എക്സാമിനേഷനെ കുറിച്ച് സംസാരിക്കാം. തിയറി ആൻഡ് പ്രാക്ടിക്കൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസും ഇൻറ്റേർണൽ എക്സാമിനേഷൻസും ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ കോളേജ് തലത്തിൽ നടത്തുന്ന എക്സാമിനേഷനാണ്.
3 ഇൻറ്റേർണൽ എക്സാം നടത്തിയിട്ട് ആ 3 ഇൻറ്റേർണൽ എക്സാമിന് ഏത് 2 എക്സാമിനാണോ ഹയസ്റ്റ് മാർക്ക് വരുന്നത് അതിൻ്റെ ആവറേജ് ആണ് ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് പരിഗണിക്കുന്നത്. ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് ടോട്ടൽ 50 മാർക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 40 മാർക്സോളം ലഭിക്കുന്നത് ഇൻറ്റേർണൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന മാർക്കാണ്. ബാക്കി 10 മാർക്സ് എന്ന് പറയുമ്പോൾ അസൈൻമെൻറ്റിനും അതുപോലെ അറ്റൻഡൻസിനുമായി സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അതായത് 5 മാർക്ക് അസൈൻമെൻറ്റിനും 5 മാർക്ക് അറ്റൻഡൻസിനുമായിട്ട് ഉണ്ടായിരിക്കും. സോ 40 മാർക്സ് ഇൻറ്റേർണൽ മാർക്കും പ്ലസ് 5 അറ്റൻഡൻസിനും 5 അസൈൻമെൻറ്റിനുമായിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ലഭിക്കുന്ന മാർക്കാണ്. അങ്ങനെയാണ് ഇൻറ്റേർണൽ മാർക്ക് 50 വരുന്നത്. യൂണിവേഴ്സിറ്റി തിയറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 100 മാർക്കിനാണ്. സോ 100ൽ ഒരു സ്റ്റുഡൻറ്റ് മിനിമം വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 50 ആണ്. 50ൽ മിനിമം 25 മാർക്ക് ഒരു സ്റ്റുഡൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. സോ യൂണിവേഴ്സിറ്റി തിയറി എക്സാമിനേഷൻ്റെ 100 പ്ലസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ 50, അങ്ങനെ ഒരു സബ്ജക്റ്റിന് ടോട്ടൽ 150ൽ 75 മാർക്സ് ആണ് ഒരു സ്റ്റുഡൻറ്റ് വാങ്ങേണ്ടത്. ഞാനിപ്പോൾ പറയുന്നത് തിയറി എക്സാമിനേഷൻ്റെ കേസിലാണ്. ഇനി പ്രാക്ടിക്കലിൻ്റെ കേസിലോട്ട് വരുമ്പോൾ പ്രാക്ടിക്കൽസിന് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 100 മാർക്സിൽ തന്നെയാണ്. അതിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് മിനിമം വാങ്ങേണ്ടത് 50 മാർക്സ് ആണ്. വൈവാവോസ് എന്ന് പറയുമ്പോൾ 50 മാർക്സ് വരുന്നുണ്ട്. അത് എക്സ്റ്റേണലിൻ്റെ താല്പര്യം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. സോ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ടോട്ടൽ മാർക്ക് വരുന്നത് 100 പ്ലസ് 50 150. 150ൽ 75 മാർക്സ് ആണ് വാങ്ങേണ്ടത്. തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് ഉള്ള ഒരു സബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 300 ആണ്. അതായത് തിയറിക്ക് കിട്ടുന്ന 150 മാർക്ക് പ്ലസ് പ്രാക്ടിക്കലിൻ്റെ മാക്സിമം മാർക്ക് വരുന്നത് 150 തന്നെയാണ്. സോ 150 പ്ലസ് 150 ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 300 ആണ്. 300ൽ മിനിമം 150 മാർക്സ് ആണ് വാങ്ങേണ്ടത്. അപ്പം ഫസ്റ്റ് ഇയറിൻ്റെ കേസിൽ പേപ്പർ 3 ജനറൽ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സിനാണ് പ്രാക്ടിക്കൽസ് വരുന്നത്. മറ്റ് സബ്ജക്ട്സിന് ഒന്നും തന്നെ പ്രാക്ടിക്കൽസ് ഇല്ല. അപ്പോൾ പേപ്പർ 3യുടെ കേസിലാണ് 300ൽ 150 മാർക്സ് വാങ്ങേണ്ടത്. ഇനി പേപ്പർ 7 എന്ന് പറയുമ്പോൾ ജനറൽ പേപ്പർ ആയിരുന്നു. അതിനകത്ത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് അല്ല നടത്തുന്നത്, എല്ലാം കോളേജ് തലത്തിൽ നടത്തുന്ന എക്സാമിനേഷനാണ്. പേപ്പർ 7ലുള്ള എക്സാംസ് എല്ലാം തന്നെ കോളേജ് തലത്തിൽ നടത്തുന്നതാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് ഇല്ല. സെക്കൻഡ് ഇയറിൽ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഈ 4 സബ്ജക്റ്റിനും യൂണിവേഴ്സിറ്റി തിയറി എക്സാമിനേഷൻസ് മാത്രമാണുള്ളത്. യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒരു സബ്ജക്റ്റിന് പോലും ഇല്ല. അപ്പം തിയറിയിൽ 100ൽ 50 മാർക്കും ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് 50ൽ 25 മാർക്സും, അതായത് ടോട്ടൽ 150ൽ 75 മാർക്സ് ആണ് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത്. തേർഡ് ഇയറിലും 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ 3 സബ്ജക്ട്സ് റേഡിയോ ഡയഗ്നോസിസ് 2, റേഡിയോ തെറാപ്പി 2, റേഡിയേഷൻ ഫിസിക്സ് 2, ഈ 3 സബ്ജക്ട്സിനും പ്രാക്ടിക്കൽസ് കൂടെ ഉണ്ട്. യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാംസ് കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി തിയറി എക്സാമിനേഷന് 100ൽ മിനിമം 50യും ഇൻറ്റേർണൽ എക്സാമിനേഷന് 50ൽ മിനിമം 25 മാർക്സുമാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പം തിയറിയുടെ കേസിൽ ടോട്ടൽ 150ൽ 75 മാർക്സ് വേണം. പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന് 100ൽ 50 മാർക്സ് ആണ് മിനിമം നിങ്ങൾ വാങ്ങേണ്ടത്. വൈവാവോസ് 50 മാർക്സ് ആണ്. സോ അത് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ എക്സ്റ്റേണലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുന്നതായിരിക്കും. സോ 150ൽ 75 മാർക്സ് ആണ് പ്രാക്ടിക്കൽസിന് നിങ്ങൾ വാങ്ങേണ്ടത്. തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 300 ആണ്. 300ൽ 150 മാർക്സ് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇനി പേപ്പർ 4 എന്ന് പറയുമ്പോൾ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ല. 4th ഇയറിലാണ് നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽസിലുള്ള ക്ലിനിക്കൽ പോസ്റ്റിംഗ്, അതുകൂടാതെ ഒരു പ്രൊജക്റ്റ് വർക്ക് കൂടെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ 4th ഇയറിൽ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ ബേസ് ചെയ്ത് നടത്തുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന് ടോട്ടൽ മാർക്ക് വരുന്നത് 100 ആണ്. 100ൽ 50 മാർക്സ് ആണ് മിനിമം നിങ്ങൾ വാങ്ങേണ്ടത്. പിന്നെ പ്രൊജക്റ്റ് പ്ലസ് പോസ്റ്റിംഗ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈവയ്ക്ക് 40 മാർക്സും പ്രൊജക്റ്റ് റിപ്പോർട്ടിന് 10 മാർക്സുമാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ പ്രൊജക്റ്റ് പ്ലസ് പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വൈവയ്ക്ക് ഒരു സ്റ്റുഡൻറ്റിന് ലഭിക്കുന്ന 40 മാർക്സ് പ്ലസ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ 10 മാർക്സ്, ടോട്ടൽ 50 മാർക്സ്. ഈ 50ൽ മിനിമം 25 മാർക്സ് ആണ് സ്റ്റുഡൻറ്റ് വാങ്ങേണ്ടത്. അപ്പം 4th ഇയറിലെ പ്രാക്ടിക്കൽസിൻ്റെ പ്ലസ്
പ്രൊജക്ട് പ്ലസ് പോസ്റ്റിംഗ് പ്ലസ് പ്രൊജക്ട് റിപ്പോർട്ട് ഇതിൻ്റെയൊക്കെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 150 ആണ് വരുന്നത്. പ്രാക്ടിക്കലിൻ്റെ 100 മാർക്ക് പ്ലസ് പ്രൊജക്ട് പ്ലസ് പോസ്റ്റിംഗ് അതുമായി ബന്ധപ്പെട്ട വൈവ വോസ് 40 മാർക്സ്, പ്രൊജക്ട് റിപ്പോർട്ട് 10 മാർക്സ്. സോ 100 + 40 + 10 150. 150ൽ ഒരു സ്റ്റുഡൻറ്റ് 75 മാർക്സ് മിനിമം വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് BSc MRT കോഴ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. BSc MRT കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. 4 വർഷങ്ങളിലായി നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നിങ്ങളുടെ ഇൻറ്റേർണൽ എക്സാമിനേഷൻസ്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് എങ്ങനെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, എത്രത്തോളം മാർക്കാണ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ഓരോ തിയറി പേപ്പറിനും അല്ലെങ്കിൽ ഓരോ പ്രാക്ടിക്കൽ എക്സാമിനേഷനും വാങ്ങേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.